പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച ചില വചനഭാഗങ്ങളിലൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചു പോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോടുകൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ 13-ാം വാക്യം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാലിക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിച്ചു തുടങ്ങി. അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു. നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഈ ഭാഗം. നാം പലപ്പോഴും വായിച്ചിട്ടും അല്ലെങ്കിൽ പല സമയം ദൈവാത്മാവ് നമ്മോട് സംസാരിച്ച അനേക കാര്യങ്ങളുണ്ട്. പക്ഷേ ദൈവസാന്നിധ്യയിൽ ഞാനായിരുന്ന സമയത്ത് പരിശുദ്ധാത്മ വ്യക്തതയോടെ എന്നോട് സംസാരിച്ചൊരു ഭാഗമാണിത്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. വളരെ വ്യക്തമായും ഈ പട്ടണത്തെക്കുറിച്ച് നമുക്കറിയാം. ഇവിടെ വളരെയധികം പുരുഷാരം തിങ്ങിക്കൂടിയ നയീൻ എന്ന പട്ടണം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 11-ാം വാക്യത്തിൽ പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ, യേശു നയീൻ എന്ന പട്ടണത്തിൽ പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. ഒരു മരണവാർത്ത അറിഞ്ഞു, അല്ലെങ്കിൽ നയീൻ പട്ടണത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞിട്ടല്ല വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെ. ശിഷ്യന്മാർ എപ്പോഴും യേശുവിൻ്റെ കൂടെ ഉണ്ടെങ്കിലും വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെ കടന്നു പോകുന്നൊരു കാഴ്ച. എന്നാൽ ഈ നയീൻ പട്ടണത്തിൽ സംഭവിച്ച ആ ദുഃഖവർത്തമാനം കേട്ടിട്ടല്ല അവർ പോകുന്നത്. പക്ഷേ സൃഷ്ടികർത്താവിനെ അറിയാം, സൃഷ്ടിക്ക് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടിയുടെ അവസ്ഥ അറിയുന്ന ദൈവം. നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു തൻ്റെ ശുശ്രൂഷയുടെ പല ശുശ്രൂഷകൾ ചെയ്ത് അവൻ ആ ദേശത്തേക്ക് നയീനിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കുന്നു. വളരെ പുരുഷാരം കൂടെ പോകുവാൻ അവരുടെ മനസ്സിൽ പല ചിന്തകളായിരിക്കാം. ഒരു പക്ഷേ യേശുവിൽ നിന്നും പ്രാപിച്ച സൗഖ്യമായിരിക്കാം വളരെ പുരുഷാരത്തെ യേശുവിൻ്റെ പുറകാലെ കൊണ്ടുപോയത്. അതല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ കണ്ട ചില അത്ഭുതങ്ങൾ, പല പ്രാവശ്യം യേശു ചെയ്ത അനേക അത്ഭുതങ്ങൾ, അതിലേതെങ്കിലും ഒരു അത്ഭുതമായിരിക്കാം യേശുവിനെ പിന്തുടരുവാൻ അവരെ ഇടയാക്കിയത്. എന്നാൽ ഒരിക്കലും അവരെ കാണാത്തൊരു വലിയ അത്ഭുതമാണ് നയീൻ പട്ടണത്തിൽ അവർ വീണ്ടും കാണുവാൻ പോകുന്നതെന്ന് അവരറിയാതെയാണ് യേശുവിനെ പിന്തുടരുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ അനുഭവിച്ചതായ പല കാര്യങ്ങൾ, യേശുവിൽ നിന്നും പ്രാപിച്ചത് അല്ലെങ്കിൽ നാം വ്യക്തമായി അനുഭവിക്കുന്നതായ ചില കാര്യങ്ങളായിരിക്കാം യേശുവിനെ പിന്തുടരുവാൻ നമ്മെ സഹായിക്കുന്നത്. വ്യക്തമായി നാം ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥമായിട്ടും ആ രക്ഷയുടെ അനുഭവം, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തോടനുബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ യേശുവിനെ പിന്തുടരുവാനുള്ള ഒരേ ഒരു കാരണം, ക്രിസ്തു യേശു എന്നെ രക്ഷിച്ചു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ക്രൂശിൽ അവൻ മരിക്കപ്പെട്ടു, ക്രൂശിൽ എൻ്റെ പാപങ്ങളെ ഏറ്റ്, അല്ലെങ്കിൽ എൻ്റെ ശാപങ്ങളെ ഏറ്റ്, എൻ്റെ രോഗങ്ങളെ വഹിച്ച് എനിക്ക് വേണ്ടി ക്രിസ്തു യേശു ക്രൂശിൽ മരിച്ചു. ആ മരണം എന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ നരകത്തിൻ്റെ വലിയ തീയിൽ നിന്നും എന്നെ രക്ഷിച്ചു. ക്രിസ്തു യേശുവിൻ്റെ ആ വലിയ സ്നേഹം ആ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് ക്രിസ്തു യേശുവിനെ കൊണ്ടുവന്നതാണ് എൻ്റെ ജീവിതത്തിനെ എന്നെ പ്രചോദിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ക്രിസ്തുവിനെ പിന്തുടരുവാൻ. കാരണം ശാരീരികമായ സൗഖ്യത്തേക്കാൾ നമ്മുടെ ആത്മാവിൻ്റെ വിടുതൽ ഒരിക്കലും നശിച്ചു പോകാൻ സാധ്യതയില്ലാതെ വണ്ണം ക്രിസ്തു യേശുവിൽ നമ്മുടെ പ്രാണൻ മറഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം
എന്നാൽ ഇവിടെ ആ ജനക്കൂട്ടം ഏതൊരു ഉദ്ദേശത്തോടു കൂടിയാണ് യേശുവിനെ പിന്തുടരുന്നത്? ശിഷ്യന്മാർ യേശുവിനെ പിന്തുടർന്ന ഒരുപക്ഷെ ശിഷ്യന്മാർ യേശുവിൽ നിന്നും പഠിച്ച ചില പാഠങ്ങൾ, അല്ലെങ്കിൽ യേശുവിൽ നിന്നും യേശു പലപ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ പോകുന്നവരോട് വന്ന് കാണുമിൻ എന്നാണ് യേശു പലപ്പോഴും പറയുവാനിടയായി തീർന്നത്. അവർ വന്ന് കണ്ടു, യേശുവിനോട് പാർത്തു, യേശു ചെയ്യുന്ന കാര്യങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഈ പോകുമ്പോൾ അവൻ്റെ വളരെ പുരുഷാരം കൂടെ പോയി. അവൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്, അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ. അതുവരെയും ആ പുരുഷാരത്തിനോ ഒരുപക്ഷെ ശിഷ്യന്മാർക്കോ അറിയുകയില്ല, ശിഷ്യന്മാർക്കും അറിയുകയില്ല അവിടെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ദുഃഖവാർത്ത പട്ടണത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയ ഒരു വലിയ ദുഃഖം, ഒരു വലിയ വേദനയുടെ അനുഭവം. എന്നാൽ യേശു അല്ലാതെ മറ്റാരും അത് അറിയുന്നില്ല. കാരണം സർവശക്തനായ ദൈവത്തിന് സകലതും അറിയാം. തൻ്റെ സ്വന്തം കരം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിയുടെ വേർപാട്, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കൈ കൊണ്ട് സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ വേദന, അമ്മയുടെ വേദന, ആ മകൻ്റെ വേർപാട്, ഇതെല്ലാം കർത്താവിനെ അറിയാം. വ്യക്തതയോടാണ് യേശുവിൻ്റെ ഓരോ ചുവടും. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച്, ഈ ഭൂമിയിലുള്ള യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ഉറ്റുനോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഓരോ ചുവടും ദൈവിക ഉദ്ദേശത്തോടും വ്യക്തമായിട്ടും ഉദ്ദേശ നിവർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്ന വളരെ പുരുഷാരം കൂടെ പോയവരെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരൊരു ഉദ്ദേശ നിവർത്തീകരണത്തോടു കൂടെയാണോ യേശുവിനെ പിന്തുടർന്നത്? അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ പോലും ഏതൊരു ഉദ്ദേശത്തോടെയാണ് യേശുവിനെ പിന്തുടരുന്നത്? കാരണം ആ സമയത്ത് യേശുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ട്. എന്നാൽ യഥാർത്ഥമായിട്ടും ആ ഉദ്ദേശ ശുദ്ധീകരണം ജീവിതത്തിൽ ഇല്ലാതിരുന്ന യൂദാ ഇസ്കരിയോത്തും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ വളരെ പുരുഷാരവുമുണ്ട്. ഏതുദ്ദേശത്തോടെയാണ് യേശുവിനെ പിന്തുടരുന്നത്? വളരെ പുരുഷാരം. നാം യേശുവിനെ പിന്തുടരുന്ന ഓരോരുത്തർക്കും വളരെ ആഴമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നാം ഏതൊരു ഉദ്ദേശമാണ് നാം യേശുവിനെ പിന്തുടരുവാനുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ വളരെ പുരുഷാരം കൂടെ പോകുന്നുണ്ട്, യേശുവിൻ്റെ കൂടെ പോകുന്നുണ്ട്. ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാം, വളരെ അനുസരണത്തോടെ അല്ലെങ്കിൽ അച്ചടക്കത്തോടെ യേശു കടന്നു പോകുന്ന അതേ പാതയിൽ കാൽ വയ്ക്കുവാൻ, അല്ലെങ്കിൽ യേശു കടന്നു പോകുന്ന അതേ മാർഗത്തിൽ നടക്കുവാൻ വാഞ്ചിച്ചുകൊണ്ട് തങ്ങളുടെ സകലതും വിട്ടുകളഞ്ഞ് ക്രിസ്തു യേശുവിനോട് പറ്റിച്ചേരുവാൻ, അല്ലെങ്കിൽ അവനെപ്പോലെ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്ന ഒരു 12 പേരുടെ കൂട്ടവും, അതുകൂടാതെ യേശു എവിടെ പോയാലും യേശുവിൻ്റെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു ചെയ്യുന്നത് എന്താണെന്ന് കാണുവാൻ ആഗ്രഹിച്ച് പിന്തുടരുന്ന ഒരു പുരുഷാരമുണ്ട്, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് പ്രാപിച്ചതുകൊണ്ട് പിന്തുടരുന്നവരുണ്ട്. എന്നാൽ ഈ പിന്തുടരുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്തെന്ന് അറിയാതെ പിന്തുടരുന്ന ഒരു വലിയ പുരുഷാരവും കൂടെയുണ്ട്. നാം യേശുവിനെ പിന്തുടരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടുന്നത്, നാം പിന്തുടരുന്നതിൻ്റെ പുറകിലുള്ള ക്രിസ്തു യേശുവിനെ നാം പിന്തുടരുന്നതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? കാരണം ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. നാം ഓരോ ദിവസവും ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ നമുക്ക് വലിയൊരു ദൈവിക ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പുതിയ ദിനത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചത്? അല്ലെങ്കിൽ ഒരു പുതിയ ദിനം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അവസാനിച്ചത്? എങ്ങനെയാണ് ആ ദിവസം നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടത്? അല്ലെങ്കിൽ യേശുവിന് വേണ്ടി നാം എപ്രകാരമാണ് ജീവിക്കുവാൻ ഇടയായി തീർന്നത്? നാം വചനപ്രകാരം ക്രിസ്തുവിൻ്റെ വചനത്തിന് അടിസ്ഥാനപരമായി ജീവിക്കുവാൻ, അല്ലെങ്കിൽ അച്ചടക്കത്തോടെ ജീവിക്കുവാൻ, നമ്മുടെ കാലുകളെ നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുവാൻ, നമ്മുടെ നാവുകളെ നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുവാൻ, നമ്മുടെ പ്രവൃത്തികൾ അത് നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുവാൻ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ശരീരം അത് നമ്മുടെ ഇഷ്ടത്തിനല്ല മറിച്ച് ദൈവ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ഈ ശരീരം ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ, നമ്മുടെ ഹൃദയം, നമ്മുടെ നിരൂപണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് എപ്രകാരം നാം ഏതുദ്ദേശത്തോടെയാണ് എത്രത്തോളം ആ മനസ്സിനെ നാം പുതുതാക്കുവാൻ ഇടയായി തീർന്നു ഓരോ ദിവസവും. അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ഓരോ നമ്മുടെ ചിന്തകളാകട്ടെ, നമ്മുടെ പ്രവൃത്തികളാകട്ടെ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നോട്ടം, ഇടപാടലുകൾ, നമ്മുടെ നടപ്പ് എല്ലാം ഏതൊരു ഉദ്ദേശമാണ്? നാം ക്രിസ്തുവിനെ
പിന്തുടരുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ വലിയ പുരുഷാരം കൂടെ പോയി. എന്നാൽ ഒരു വ്യക്തി മാത്രം, ഈ വലിയ പുരുഷാരവും 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശു മാത്രമാണ് നയീൻ പട്ടണത്തിൽ ഉദ്ദേശത്തോടെ പോകുന്നത്. ഏത് ഉദ്ദേശത്തോടെയാണ് പോകുന്നതെന്ന് യേശുവിന് വ്യക്തതയോടെ അറിഞ്ഞു പോകുന്നത് യേശു മാത്രമാണ്. നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ദൈവത്തോട് ഓരോ ദിവസവും ചോദിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, എൻ്റെ ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? കാരണം യേശു വെച്ച പാതയിൽ എനിക്ക് പാത പിന്തുടരുവാൻ, യേശു വെച്ച അതേ പാതയിൽ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ പട്ടണത്തിൻ്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവൻ വാതിലോട് അടുത്തപ്പോൾ, അവർ വാതിലോട് അടുത്ത് പ്രവേശിക്കുകയാണ്. യേശുവും ശിഷ്യന്മാരും വലിയൊരു കൂട്ടം ജനം. അത് നയീൻ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പട്ടണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന ഒരവസ്ഥ. മറ്റൊരു വ്യക്തിയെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു, നാം ക്രിസ്തുവിനോട് ചേർന്ന് പോകുമ്പോൾ നമുക്ക് മുൻപിലേക്ക് കടന്നു വരുന്ന, ഒരുപക്ഷെ നാം പട്ടണത്തിൽ അല്ലെങ്കിൽ നാം ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ജീവനുള്ളവരായിട്ടാണ് നാം കടന്നു പോകുന്നത്. നാം നമ്മുടെ സ്വന്തം കാലുകൊണ്ട് നടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം വരെ സ്വന്തം കാലുകൊണ്ട് നടന്ന ആ വ്യക്തിയെ, ഇതാ യൗവനക്കാരനായ ഒരു വ്യക്തിയെ മരിച്ചു, ആ വ്യക്തി മരിച്ചു, ആ വ്യക്തിയെ തോളിലേറ്റിക്കൊണ്ട് ഒരു കൂട്ടം ജനം കടന്നു വരുന്നു. അവൻ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്ത് കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ പുറത്തു കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടാണ് പുറത്തു കൊണ്ടുവരുന്നത്? അവനെ ആ ശവം അടക്കുവാനായി. നമുക്ക് കാണാൻ സാധിക്കുന്നു, പലർക്കും പ്രയോജനമില്ലാതെ, ഒരുപക്ഷെ ആ ഭവനത്തിൽ ഒരിക്കലും ഒരമ്മയും ആഗ്രഹിക്കാത്തൊരു കാര്യം, ഏകജാതനായ മകൻ, യൗവനക്കാരനായ മകൻ, ആ മകനെ ഒരിക്കലും പുറത്തു കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചിടുവാൻ ആഗ്രഹിക്കാത്ത അവസ്ഥ. എന്നാൽ അല്ല എങ്കിൽ ആ ഗുഹയ്ക്കകത്ത് പഴയ നിയമത്തിൻ്റെ നമുക്ക് അറിയാൻ സാധിക്കും, ആ കാലഘട്ടത്തിലുള്ള അവസ്ഥകളിൽ അവർ അതിനെ ഓരോരുത്തർക്കുള്ള കല്ലറകളിൽ വെക്കുന്ന അവസ്ഥ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള രീതി പോലെ മണ്ണിൻ്റെ അകത്തോ അല്ലെങ്കിൽ അങ്ങനെയല്ല, എന്നാൽ വളരെ വ്യത്യസ്തമായി കല്ലറകൾ അല്ലെങ്കിൽ കല്ലിന്മേൽ കൊത്തിയുണ്ടാക്കിയ കല്ലറകളായിരിക്കാം അതിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരവസ്ഥ. എങ്ങനെയായിരുന്നാലും അടക്കം. പക്ഷേ ആ കുഞ്ഞ് മരിച്ചുപോയി, യൗവനക്കാരൻ മരിച്ചുപോയി, അവനെ പുറത്തു കൊണ്ടുപോകുന്നു. ഇനി ഒരിക്കലും ആ അമ്മയ്ക്ക് പ്രതീക്ഷയില്ല. അവൻ പുറത്തു പോവുകയാണ്. അവൻ പുറത്തു പോവുക എന്ന് പറയുമ്പോൾ അവൻ എന്നേക്കുമായി ഒരിക്കലും ആ ശരീരം കാണുവാൻ സാധ്യമല്ലാത്ത വിധവണ്ണം അവനെ പുറത്തു കൊണ്ടുപോവുകയാണ്. യേശു നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. നയീൻ പട്ടണം മുഴുവനുമായി, നയീൻ പട്ടണത്തിലേക്ക് വലിയ ജനക്കൂട്ടവുമായി യേശു കടന്നു വരുമ്പോൾ ഒരു വലിയ പുരുഷാരം, യേശു വിളിക്കാത്ത പുരുഷാരം യേശുവിൻ്റെ പുറകാലെ യേശു ചെയ്യുന്നത് കാണുവാനോ അല്ലെങ്കിൽ അനുഭവിച്ച അത്ഭുതങ്ങൾ മുഖാന്തരം യേശുവിനെ പിന്തുടരുന്ന ഒരു വലിയ ജനക്കൂട്ടം. ഉദ്ദേശങ്ങൾ അവർക്കില്ല, അവരുദ്ദേശമില്ലാതെ പിന്തുടരുന്ന ഒരു വലിയ ജനക്കൂട്ടം. എന്നാൽ യേശു പോകുന്നിടത്തെല്ലാം ഒരു ഉദ്ദേശത്തോടെ, യേശു എവിടെ പോയാലും ഞങ്ങൾ പോകും, യേശു നടക്കുന്നിടത്ത് ഞങ്ങൾ നടക്കും, യേശു ചെയ്യുന്ന പ്രവൃത്തികളിൽ ഞങ്ങൾ പങ്കാളികളാകും എന്നുള്ള ചിന്തയിൽ യേശുവിനെ പിന്തുടരുന്ന 12 ശിഷ്യന്മാരുടെ കൂട്ടം. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ പട്ടണവാതിലിൽ നിന്നും പുറത്തു പോകുന്ന ഒരു കൂട്ടം ജനം, വലിയൊരു കൂട്ടം ജനം, അവർക്കൊരു ഉദ്ദേശമുണ്ട്. അവർ മരിച്ചുപോയ ഒരു യൗവനക്കാരനെ തോളിലേറ്റിക്കൊണ്ടു പോകുമ്പോൾ ആ വലിയ കൂട്ടം നയീൻ പട്ടണത്തിൽ നിന്നും പുറത്തു പോകുന്ന ഓരോരുത്തർക്കും ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഈ മരിച്ചുപോയ ഈ മകൻ, അവൻ ആരാണ്? അമ്മയ്ക്ക് ഏകജാതനായ മകൻ. അവളോ വിധവയുമായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോടുകൂടെ ഉണ്ടായിരുന്നു. ഈ മരിച്ചുപോയ മകന് ഒരു ഉദ്ദേശമില്ല, അവൻ മരിച്ചു പോയിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ അമ്മയ്ക്കും ആ വലിയ പുരുഷാരം അവളോടുകൂടെ ഉണ്ടായിരുന്ന
വലിയ പുരുഷാരത്തിനും ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ഈ മകനെ അടക്കുക അല്ലെങ്കിൽ ഈ മകൻ്റെ സംസ്കാരം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നു, 2 കൂട്ടം ജനം എതിരിടുന്ന, യേശുവിൻ്റെ പുറകാലെ വരുന്ന വലിയൊരു കൂട്ടം ജനം എന്തുദ്ദേശത്തോടെയാണ് യേശു പോകുന്നതെന്ന് അറിയാതെ പിന്തുടരുന്നവർ. എന്നാൽ നയീൻ പട്ടണത്തിൽ നിന്നും ആ വിധവയോടുകൂടെ പുറത്തിറങ്ങുന്ന ജനത്തിന് ഒരു ഉദ്ദേശമുണ്ട്, പല ഉദ്ദേശമല്ല, ഒരു ഉദ്ദേശമുണ്ട്, എത്രയും വേഗം ഈ ശവം സംസ്കരിക്കുക. കാരണം നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ അധിക സമയം വയ്ക്കുവാൻ സാധ്യമല്ല. നമ്മുടെ ഭവനങ്ങളിലാണെങ്കിലും മരിച്ചു പോയ പോലുള്ള പല അവസ്ഥകൾ നാം ചിന്തിക്കും, ഇനി ഇത് കളഞ്ഞേക്കാം, ഇനി അല്ലെങ്കിൽ ഇത് വേണ്ട, ഈ സംഭവത്തെ നമ്മൾ ഇല്ലാതെയാക്കി വെക്കുവാൻ, അല്ലെങ്കിൽ ആ മകൻ ഇനി എന്താ പറയുക, സ്വന്തം മകനാണ്, ഏകജാതനാണ്, അവൾ വിധവയാണ്, അവൾക്ക് വേറെ ആരുമില്ല, എന്നാൽ വെച്ചുകൊണ്ടിരിക്കുവാൻ സാധ്യതയില്ലാതെ വേണം മകൻ്റെ വിഷയം, അതുപോലെ പ്രതികൂല സാഹചര്യം, ഇനി ആ മകനെ തൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല, അവനെ അടക്കേണ്ടതുണ്ട്. അമ്മ പോലും വിസമ്മതിക്കുവാൻ സാധ്യതയില്ലാതെ വണ്ണം കണ്ണുനീരോടെയാണെങ്കിലും ആ മകനെ അടക്കേണ്ടുന്നൊരവസ്ഥ ആ മകളുടെ അമ്മയുടെ ജീവിതത്തിൽ വരുന്നു. പക്ഷെ ഇവിടെ 13-ാം വാക്യത്തെ നമുക്ക് കാണുന്നു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ഒരു നിർവാഹമില്ല ജീവിതത്തിൽ, എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ആ അമ്മയ്ക്ക് യഥാർത്ഥമായിട്ടും ഒരു ഉദ്ദേശമല്ല എൻ്റെ മകനെ അടക്കണമെന്നുള്ളത്, എന്നാൽ നിവൃത്തിയില്ല. അത് മാനുഷികമായി നാം ചിന്തിച്ചാൽ ആ സമയം അടുക്കും തോറും ആ ശവശരീരം അത് വളരെയധികം മോശമായ രീതിയിൽ അത് വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. അമ്മയ്ക്കും ആ മാനുഷികമായ ആ ബോധ്യമുണ്ട്, എന്നാൽ എന്താ പറയുക, ആ മകനെ വെച്ചുകൊണ്ടിരിക്കാൻ സാധ്യമല്ല. നയീൻ പട്ടണത്തിലുള്ള സകലർക്കും അതറിയാം. അമ്മ കരയുന്നുവെങ്കിലും എന്താ പറയുക, അത് ചെയ്തേ സാധ്യമാകുകയുള്ളൂ, സംസ്കരിച്ചേ സാധ്യമാകുകയുള്ളൂ. എന്നാൽ കർത്താവ് അവളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമ്മെ കണ്ട് മനസ്സലിയുന്ന ഒരു ദൈവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ അവളോടുകൂടെ ശവം സംസ്കരിക്കുവാൻ പോയ എല്ലാവർക്കും ആ അമ്മയോടുണ്ടായിരുന്ന മനസ്സലിവ് പോലെയല്ല. യേശു മനസ്സലിയുമ്പോൾ ആ സാഹചര്യം മാറുവാനിടയെത്തീരും. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മെ നോക്കും, മനസ്സലിയുമ്പോൾ അവർക്ക് ചെയ്യുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളാണ്, അവർക്കൊരിക്കലും ചെയ്യുവാൻ സാധിക്കാത്ത കാര്യം യേശുവിന് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം മനസ്സലിവ് ആരിൽ നിന്നാണ് പ്രാപിക്കേണ്ടുന്നത്? യേശുവിൽ നിന്ന്. മനുഷ്യന് ഒരുപക്ഷെ നമ്മോടുള്ള മനസ്സലിവിനേക്കാളും ദൈവത്തിന് നമ്മോട് മനസ്സലിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറുവാനിടയെത്തീരും, നമ്മുടെ സ്ഥിതി മാറുവാനിടയെത്തീരും. കാരണം ആ വിധവയോടുകൂടി സഞ്ചരിച്ച വലിയ പുരുഷാരം എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ വലിയ പുരുഷാരം അവളോടുകൂടെ സഞ്ചരിച്ചപ്പോൾ, അല്ലെങ്കിൽ അവളുടെ ഭവനത്തിലായിരുന്നു, മകൻ മരിച്ചതറിഞ്ഞു ഓടിക്കൂടി അവരുടെ അവളോടുകൂടെ ഒരു പക്ഷേ അലറിക്കരഞ്ഞവർ, അല്ലെങ്കിൽ വേദനയോടെ കരഞ്ഞവർ, തേങ്ങിക്കരഞ്ഞവർ, കണ്ണുനീരൊഴുക്കിയവർ അനേകരുണ്ടായിരിക്കാം. ഒരു പക്ഷേ യേശു പുറത്ത് കാണിക്കാത്ത ആ മനസ്സലിവ് യേശു പുറത്ത് കാണിച്ചില്ല, മറ്റുള്ളവർ പുറത്ത് ആ മനസ്സലിവ് കാണിച്ചു, അവർ പ്രകടമാക്കിയിരിക്കാം. അമ്മയോട് കൂടെ മനസ്സലിയുന്നൊരവസ്ഥയിലൂടെ അവർ കാണിച്ചിരിക്കാം. എന്നാൽ അവർക്ക് ചെയ്യുവാൻ കഴിയാത്തത്, അവർക്കാകെ ചെയ്യുവാൻ സാധിക്കുന്നത് ആ അമ്മയ്ക്ക് അവസ്ഥയിൽ സ്വന്തം മകൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അടക്കുവാൻ, സ്വയമായി എടുത്തുകൊണ്ട് പോയി അടക്കുവാൻ സാധ്യമല്ല. അമ്മയ്ക്ക് കഴിയാത്തത് ഒരു വലിയ ജനക്കൂട്ടം, മനസ്സലിഞ്ഞ ജനക്കൂട്ടം, അവൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യമാണ് ആ സ്വന്തം മകനെ അടക്കുക എന്നുള്ളത്. എന്നാൽ അമ്മയ്ക്ക് കഴിയാത്ത കാര്യം ആ വലിയ ജനക്കൂട്ടം ഒരു മനസ്സലിവോടെ അമ്മയെ സഹായിക്കുന്നു. അവളോടുകൂടെ കരഞ്ഞു, അവളോടുകൂടെ അവളോടുകൂടെ വേദനപ്പെട്ടു, പ്രയാസപ്പെട്ടു, കണ്ണുനീരോടെ ആ മകനെ എടുത്ത് അടക്കുവാൻ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ യേശു മനസ്സറിഞ്ഞപ്പോൾ ആ സാഹചര്യങ്ങൾ മാറുവാനിടയെത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് യാചിക്കേണ്ടുന്നത് പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുമായി മനുഷ്യമുഖത്തേക്ക് തിരിയുന്നതിനേക്കാൾ ദൈവമുഖത്തേക്ക് തിരിയുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾ ദൈവത്തോട് നാം പറയുമ്പോൾ, ദൈവത്തിന് നമ്മോട് മനസ്സലിയുമ്പോൾ അതിൻ്റെ വിടുതലുകൾ വലിയ വിടുതലുകളാണ്.
വിടുതലുകളാണ്. അതൊരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കാത്ത വിടുതലുകളാണ്. ഒരു മനുഷ്യനോട് നാം സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിടുതൽ എന്ന് പറയുന്നത് ഒരു മനസ്സലിവാണ്. ഒരുപക്ഷെ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ നമ്മോട് ചേർന്ന് ഉപവസിക്കുവാൻ, നമ്മോട് ചേർന്നവർക്ക് മനസ്സലിവുണ്ടാകാം. എന്നാൽ ദൈവത്തിന് നമ്മോടുണ്ടാകുന്ന മനസ്സലിവ് എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റിമറിയുന്ന മനസ്സലിവാണ്. കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, യേശു അവളോട് മനസ്സലിഞ്ഞു, കരയേണ്ട എന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവളോട് കരയേണ്ട എന്ന് പറഞ്ഞ അനേകർ ഒരുപക്ഷെ അവിടെ ഉണ്ടായിരിക്കാം. കാരണം ഹൃദയം തകർന്ന് ആരുമില്ലാത്ത അവസ്ഥയിൽ, വിധവയായ സ്ത്രീ, ഏകജാതനായ മകൻ്റെ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ അവൾ പൊട്ടിക്കരഞ്ഞപ്പോൾ ഒരുപക്ഷെ അവളുടെ കൂടെ ഒത്തിരി കരഞ്ഞവർ, ഒരുപക്ഷെ ഒരു ദിവസം മുഴുവൻ കരഞ്ഞവർ ഒരുപക്ഷെ എപ്പോഴെങ്കിലും പറഞ്ഞിരിക്കാം കരയണ്ട എന്ന് ആ വിധവയോട് പറഞ്ഞിരിക്കാം. എന്നാൽ ആ കരയണ്ട എന്ന് പറഞ്ഞത് അവളുടെ ജീവിതത്തിൽ അത് ഒരു ആശ്വാസമായി ഒരിക്കലും ഭവിച്ചിട്ടില്ല. കാരണം ഒരുപക്ഷെ അവൾ പോലും ചിന്തിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് അവർ കരയണ്ട എന്ന് പറഞ്ഞത്. കാരണം അവൾക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത മാനുഷിക ശബ്ദമാണ് കരയണ്ട എന്ന്. മനുഷ്യർ അവൾ ചുറ്റും മനസ്സലിവോടെ നിൽക്കുന്ന അവർ പറഞ്ഞ ശബ്ദം അവൾക്കൊരിക്കലും സ്വീകാര്യമല്ലാത്തതാണ്. എന്നാൽ യേശു കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു കരയണ്ട എന്ന് പറഞ്ഞ ഉടനെ യേശു അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു അടുത്തു ചെന്നു. യേശു കരയണ്ട എന്ന് പറയുമ്പോൾ ആ കരയണ്ട എന്ന് ആ വിധവയോട് സംസാരിച്ച് അവളുടെ സ്ഥിതിയിലേക്കാണ് യേശുവിനെ കടന്നു ചെല്ലുന്നത്. ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് ആ സഹോദരി കരയുന്നത്, ആ വിധവ കരയുന്നത്, അല്ലെങ്കിൽ അമ്മ കരയുന്നത് ഏത് വിഷയത്തിനാണ്? ആ വിഷയത്തിലേക്കാണ് യേശു പ്രവേശിക്കുന്നത്. എന്നാൽ ജനം കരയണ്ട എന്ന് പറയുമ്പോൾ ജനം ആ വിഷയത്തെ എടുത്ത് അതിനെ ഇനി ഇല്ലായ്മ ചെയ്ത് കളയുവാനാണ് ജനം നോക്കുന്നത്. കാരണം അതിന് വേറൊരു മാർഗമില്ല അവർക്ക്. എന്നാൽ യേശു നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു ആ സഹോദരിയോട്, അല്ലെങ്കിൽ അമ്മയായ വിധവയായ അമ്മയോട് കരയണ്ട എന്ന് പറയുമ്പോൾ യേശു അവളുടെ ആ സ്ഥിതിയിലേക്കാണ്, അവൾ ഏതൊരു അവസ്ഥയെക്കുറിച്ചാണ് കരയുന്നത്, അല്ലെങ്കിൽ എന്തിനെ ചൊല്ലിയാണ് അവൾ കരയുന്നത്, ആ സ്ഥിതിയുടെ ആ അവസ്ഥയിലേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. യേശു അവളെ വിട്ടു. കാരണം കരയണ്ട എന്നുള്ളൊരു ശബ്ദം മാത്രം, മറ്റനേകർ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരിക്കാം, അവളെ ആശ്ലേഷിച്ച് കരഞ്ഞിരിക്കാം, അവളുടെ കണ്ണുനീർ ഒപ്പിയിരിക്കാം. എന്നാൽ യേശു കരയണ്ട എന്നുള്ളൊരു ശബ്ദം പറഞ്ഞ് യേശു പിന്നെ തിരിഞ്ഞു ചെല്ലുന്നത് ആ മഞ്ചത്തിൻ്റെ അടുക്കലേക്കാണ്. ഏത് വിഷയത്തെ ഓർത്ത് അവൾ ചൊല്ലിക്കരയും? നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തെ ചൊല്ലിയാണ് നാം കരയുന്നത്? ഏത് വിഷയത്തെ ചൊല്ലിയാണ് നാം വേവലാതിപ്പെടുന്നത്? ഏത് വിഷയത്തെ ചൊല്ലിയാണ് നമ്മുടെ ഹൃദയം തകരുന്നത്? ഏത് വിഷയത്തെ ചൊല്ലിയാണ് നാം ഭാരപ്പെടുന്നത്? യേശു നമ്മോട് കരയണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ഉപവാസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ കരയുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നാം ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് കരയുന്നത്? നമ്മോട് കരയണ്ട എന്ന് മനസ്സലിഞ്ഞ് യേശു നമ്മോട് പറയുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നതിനേക്കാൾ നമ്മുടെ വിഷയത്തിൻ്റെ അടുത്തേക്ക് യേശു കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. യേശു അടുത്തു ചെന്നു മഞ്ചം തൊട്ടു. നമുക്ക് പഴയ നിയമത്തിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, മരിച്ച ആ ശവത്തിൻ്റെ അടുത്തേക്ക് കടന്നു പോകുവാൻ പലപ്പോഴും ജനം ആ മഞ്ചത്തെ തൊടുവാൻ അറപ്പായി, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥ. കാരണം അത് ഒരു തൊട്ടുകൂടാത്ത അല്ലെങ്കിൽ അശുദ്ധമാകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ സർവശക്തനായ ദൈവം, പുരോഹിതന്മാർ അല്ലെങ്കിൽ പലരും ലേവി വ്യവസ്ഥ പ്രകാരവും അവർ മരിച്ച ശവത്തെ തൊട്ടാൽ അശുദ്ധമാകുന്ന അവസ്ഥ നമുക്കെല്ലാം വളരെ വ്യക്തമായി പഴയ നിയമത്തിൻ്റെ വചനങ്ങൾ വായിക്കാൻ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ ഇവിടെ യേശു സൃഷ്ടികർത്താവ് തന്നെ ചെന്ന് ആ ശവം കിടക്കുന്ന മഞ്ചത്തെ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. പല വിഷയങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ ചുമക്കുന്ന അനേകർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം. നാം കരയുന്ന വിഷയം, അല്ലെങ്കിൽ നാം വേദനപ്പെടുന്ന വിഷയം, ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ നമ്മോട് ചേർന്ന് പ്രാർത്ഥനയിൽ ആ വിഷയത്തെ ചുമക്കുന്ന അനേകരുണ്ട്. ഒരുപക്ഷെ ആത്മാർത്ഥതയോടെ നമുക്ക് വേണ്ടി നമുക്ക് സ്വയം ചുമക്കുവാൻ സാധ്യമല്ല. ഈ വിധവയായ സ്ത്രീക്ക് സ്വയമായി ചുമക്കുവാൻ സാധ്യമല്ല.
ഒരുപക്ഷെ ആ മഞ്ചത്തിൻ്റെ ഒരു സൈഡ് പോലും അവൾക്ക് പിടിക്കുവാൻ സാധ്യമല്ല. കാരണം വളരെ വേദനയാണ്. ആ മഞ്ചത്തെ പിന്തുടരുവാൻ, വേദനയോടെ പിന്തുടരുവാനേ അവൾക്ക് സാധിക്കുന്നുള്ളൂ. എന്നാൽ ആ മഞ്ചത്തെ ഒന്ന് പിടിക്കുവാൻ, ചുമക്കുവാൻ അവളോട് ചേർന്നിരുന്ന് എന്താ പറയുക, ആ വിഷയത്തിൻ്റെ ഒരു പരിഹാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ വിഷയത്തിൽ എന്താണ് അവർക്ക് പരിഹാരം, അടക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സംസ്കരിക്കുക, ശവത്തെ സംസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ യേശു ഇവിടെ വന്നു, ആ മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. കാരണം യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തവർ കണ്ടതുകൊണ്ടല്ല മഞ്ചം ചുമക്കുന്നവർ നിന്നത്. ഒരുപക്ഷെ കാരണം ഇവിടെയെല്ലാം പഞ്ചാബിലെല്ലാം അങ്ങനെ ഇതുപോലെ മഞ്ചം ചുമന്നുകൊണ്ട്, ശവശരീരം ചുമന്നുകൊണ്ട് പോകുമ്പോൾ പലരായി കൈമാറി ഇങ്ങനെ പിടിച്ച് ആ സംസ്കരിക്കുന്ന ഇടത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും മഞ്ചം ചുമക്കുന്നവർ പലപ്പോഴും പലയിടത്തും നിൽക്കാറുണ്ട് കൈമാറുവാനായി. ഒരുപക്ഷെ യേശു ആ മഞ്ചം തൊട്ടപ്പോൾ ഒരുപക്ഷെ ചുമന്നുകൊണ്ട് പോകുന്നവർ ഒരുപക്ഷെ അത് കൈമാറുവാനായിട്ട് യേശു ഒരു പുരുഷൻ മഞ്ചത്തിൽ തൊടുമ്പോൾ, കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെയാണെങ്കിലും അനേകർ ഇങ്ങനെ ശവശരീരം ഞങ്ങൾ മഞ്ചത്തിലെടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലില്ലാത്ത വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇതുപോലെ മഞ്ചത്തിൽ 4 പേരായി ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നത്, അത് ചിലരെല്ലാം മുന്നോട്ട് വരുന്നത്, ഒരിക്കലും അവർ സംസാരിക്കാറില്ല, മുന്നോട്ട് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നവരുടെ അടുത്ത് വരും. അവർ അതിനെ തൊടുമ്പോൾ ആ മഞ്ചം ചുമക്കുന്നവർ നിൽക്കും, കാരണം കൈമാറി ഒന്ന് ചുമക്കുവാനായിട്ട്. ഒരുപക്ഷെ ഈ മഞ്ചം ചുമക്കുന്നവർ നിന്നതിന് കാരണം ഒരുപക്ഷെ ഇതായിരിക്കാം, ഞങ്ങൾ ചുമക്കുന്ന ഒരുപക്ഷെ ഒന്ന് കൈമാറുവാനായിട്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ തോളിലേക്ക് അതൊന്ന് വെക്കുവാനായിരിക്കാം അവർ മഞ്ചം ചുമക്കുന്നവർ നിന്നിരിക്കുന്നത്. കാരണം ഇവിടുത്തെ അവസ്ഥയനുസരിച്ച്, വടക്കേന്ത്യയിലെ അവസ്ഥയനുസരിച്ചാണ് ഞാൻ ആ കാര്യത്തോടനുബന്ധിച്ച് സംസാരിച്ചത്. എന്നാൽ യേശു മഞ്ചത്തെ തൊട്ടത് അങ്ങനെ ആ മഞ്ചം ചുമക്കുവാനല്ല. ഇതുവരെ ചുമന്ന അനേക വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മോട് ചേർന്ന് നമ്മുടെ വിഷയങ്ങൾ അനേകർ ചുമന്നിരിക്കാം. എന്നാൽ ആ ചുമന്ന വിഷയത്തെ ഇനി യേശു പറയുകയാണ്, ഇനി ആ ചുമക്കേണ്ട ആവശ്യമില്ല, ആ വിഷയം ചുമക്കേണ്ടതില്ല. മറിച്ച് യേശു മനസ്സലിഞ്ഞുവെങ്കിൽ, യേശു ആ വിഷയത്തെ തൊട്ടുവെങ്കിൽ ആ വിഷയത്തിന് പരിപൂർണമായ വിടുതലുണ്ടെന്ന് നമ്മുടെ ഈ വചനഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കാരണം യേശു ആ മഞ്ചത്തിലേക്ക്, യേശു ഉദ്ദേശത്തോടെ നയീൻ പട്ടണത്തിലേക്ക് കടന്നു വന്നു. യേശു ആ മഞ്ചത്തെ ഉദ്ദേശത്തോടെ തീർത്തും വളരെ വളരെ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് യേശു ആ മഞ്ചത്തെ തൊട്ടത്. ആ ചുമക്കുന്നവർ നിന്നു. നമുക്ക് 14-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, ബാലിക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. യേശു ആ മഞ്ചത്തെ തൊട്ടു. പക്ഷേ യേശു ആ മഞ്ചത്തെ തൊട്ട് മഞ്ചം ചുമക്കുവാനല്ല മഞ്ചത്തെ തൊട്ടത്, അല്ലെങ്കിൽ അവരുടെ അവർക്കൊന്ന് കൈത്താങ്ങുവാൻ, ഭാരമൊന്ന് കുറയ്ക്കുവാൻ എന്ന് ചിന്തിച്ച് ഒരു സൈഡിൽ പിടിക്കുവാനല്ല, മറിച്ച് ചുമക്കുന്ന എല്ലാവർക്കും എന്നേക്കുമായ ഭാരം അവരിൽ നിന്നും നീങ്ങി മാറുവാൻ തക്കവണ്ണം, അവരുടെ ജീവിതത്തിൽ നിന്നും ആ ഭാരം, അല്ലെങ്കിൽ അവരെ ചുമക്കുന്നതായ ആ ഭാരം അവരിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം, അവരുടെ ജീവിതത്തിൽ അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ തക്കവണ്ണം, അവരുടെ ജീവിതത്തിൽ ആ വിഷയം ഇനി ഏന്തി ചുമക്കേണ്ട ആവശ്യമില്ല, എന്നേക്കുമായ വിഷയത്തിനൊരു പരിഹാരം നൽകുവാനാണ് യേശു ആ മഞ്ചത്തെ തൊടുവാനിടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപക്ഷെ മറ്റുള്ളവരുടെ അനേക വിഷയങ്ങൾ നാം ചുമക്കുന്നവരായിരിക്കാം. പ്രാർത്ഥനയിൽ നാം ആ വിഷയങ്ങളെ ചുമക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നു. എന്നാൽ അത് ഒരു സമയം കഴിയുമ്പോൾ ആ ചുമക്കുന്ന അവസ്ഥയ്ക്ക് അവസാനം വരുവാനിടയായി തീരും. കാരണം നാം ചുമക്കുന്നത് ആരുടെ അടുത്തേക്കാണ്? കാരണം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ആ പട്ടണത്തിലുള്ളവർ അറിയാതെയാണ് നയീൻ പട്ടണത്തിൽ നിന്നും പുറത്ത് ആ മഞ്ചവുമായി ഇറങ്ങുന്നത്. കാരണം അവർ അത് അടക്കുവാനായാണ്. എന്നാൽ യേശു ആ ഉദ്ദേശത്തോടെ, യേശുവിനെ അറിയാമായിരുന്നു, വിധവയായ സ്ത്രീയുടെ ഏകജാതനായ മകൻ, ആ സഹോദരിക്ക് ഏകജാതന മകനാണ്. യേശു വേഗത്തിലാണ് നയീൻ പട്ടണത്തിലേക്ക് കടന്നു പോകുന്നത്. വലിയ പുരുഷാരം അവനെ പിന്തുടരുന്നു. യേശു
യേശു തൻ്റെ ശിഷ്യന്മാരോട് അറിയിക്കാതെ പറയാതെ യേശു ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുള്ളവരോട് പലപ്പോഴും നാം ചിന്തിക്കാം യേശു ആ കാര്യം നമ്മോട് വെളിപ്പെടുത്തിയിട്ടായിരിക്കാം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും യേശു വെളിപ്പെടുത്താതെയും യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പലപ്പോഴും അത്ഭുതമെന്ന് നമുക്ക് തോന്നുന്നത് ഇതൊരു കാര്യം ഒരുപക്ഷെ അഡ്വാൻസ് ആ വിധവയോട് പറഞ്ഞ് യേശു ചെയ്തിരുന്നുവെങ്കിൽ അതൊരു അത്ഭുതമായി മാറുകയില്ലായിരുന്നു. കാരണം യേശു പറഞ്ഞു ഓൾറെഡി ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലതും ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമുക്കറിയാം. മോശ ചെങ്കടലിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കിയപ്പോൾ ഈ മോശ പ്രവാചകനാണ്. എന്നാൽ മോശയോട് ദൈവം അങ്ങനെ സംസാരിക്കുന്നില്ല. മോശെ നീ ഇങ്ങനെ മുട്ടുകുത്തി കൈ ഉയർത്തിയാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ നീ കൈ നീട്ടിയാൽ ചെങ്കടൽ പിളർക്കുമെന്നുള്ളത് ദൈവം മോശയോട് പറയുന്നതായിട്ട് നാം വേദഭാഗങ്ങളിൽ വായിക്കുന്നില്ല. കാരണം അതൊരു മഹാ അത്ഭുതമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് പ്രവചനമുണ്ടായിരിക്കാം, നമുക്ക് ദൈവിക ദർശനങ്ങൾ ഉണ്ടായിരിക്കാം, ദൈവശബ്ദം നമുക്ക് കേൾക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് നമ്മോട് പറയാതെ, കാരണം അത് നമുക്ക് തന്നെ ഒരു അത്ഭുതമായി, കാരണം നമുക്ക് തന്നെ വലിയൊരു അതിശയകരമായിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ചുമക്കുന്നവർ ഭാരം അവരൊരു അല്പസമയത്തേക്കൊന്ന് കൈ മാറാമെന്ന് ചിന്തിക്കുകയല്ല, മറിച്ച് യേശു അവരുടെ ഭാരത്തെ എന്നേക്കുമായി അവരുടെ ശരീരത്തിൽ അവർ ചുമന്ന ശവത്തിൻ്റെ ഭാരമല്ല, മറിച്ച് അവർ ചുമന്ന ആ ഭാരമല്ല, മറിച്ച് അവരുടെ മനസ്സിൽ നിന്ന് പോലും ആ ഭാരം മാറിപ്പോകുവാൻ, എന്നേക്കും ഒരു സ്വസ്ഥത വരുവാൻ, സമാധാനം വരത്തക്ക രീതിയിലാണ് യേശു മഞ്ചത്തെ തൊട്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നാം ചുമന്നു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ വിഷയമായിരിക്കാം, ഒരുപക്ഷെ നാം ചുമക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയമായിരിക്കാം. പക്ഷേ ആ ചുമക്കുന്ന വിഷയത്തെ യേശു തൊട്ടിട്ടുണ്ടെങ്കിൽ യേശു തൊടും, യേശു അതിലേക്ക് കടന്നു വരികയാണ്. നാം ഏതു വിഷയത്തിലാണ് നാം കരഞ്ഞുകൊണ്ട് ചുമക്കുന്നത്, നാം ഭാരപ്പെട്ടുകൊണ്ട് ചുമക്കുന്നത്, നാം ദൈവത്തോട് നിലവിളിക്കുന്നത്, ഒരുപക്ഷെ ഇതിനി പരിഹാരമില്ലയോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന അനേക വിഷയങ്ങൾ നാം ചുമന്നു കൊണ്ടുപോകുമ്പോൾ അതിനെ എതിരിട്ട് വരുന്ന യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശു നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. യേശു നിശബ്ദതയിലാണ്. യേശു ആ മഞ്ചം തൊട്ടവരോടൊന്നും പറയുന്നില്ല, പക്ഷേ യേശു ആ ബാലിക്കാരനോടാണ് പറയുന്നത്. യേശു മഞ്ചം തൊട്ടു ചുമക്കുന്നവരോടൊന്നും പറയുന്നില്ല. നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശുവിൻ്റെ പ്രവൃത്തിയിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാരം ചുമക്കുന്ന, നമ്മുടെ വിഷയങ്ങളെ ചുമക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിഷയം ചുമക്കുമ്പോൾ ആ വിഷയത്തോടനുബന്ധിച്ച് എല്ലാം പറഞ്ഞിട്ടല്ലായിരിക്കാം ദൈവിക വിടുതലുകൾ നടക്കുന്നത്. പക്ഷെ ആ വിഷയത്തിൽ ദൈവം വിടുതലുകൾ നൽകുക തന്നെ ചെയ്യും. കാരണം ആ ചുമക്കുന്നവർ നിന്നു. യേശു ആ മഞ്ചം ചുമക്കുന്നവരോടല്ല, മഞ്ചത്തിൽ കിടക്കുന്നതായ ആ കാരനായ അല്ലെങ്കിൽ ആ യൗവനക്കാരനായ ആ കുഞ്ഞിനോടാണ് സംസാരിക്കുന്നത്. യേശു ആ ശവത്തോട് ഒരിക്കലും ഒരാളും ചെയ്യാത്തൊരു കാര്യം, ഒരുപക്ഷെ മാനുഷികമായി നാം ചിന്തിച്ചാൽ നാം ഒരിക്കലും ആ ശവത്തെ നോക്കി സംസാരിച്ചാൽ നമുക്കറിയാം ആ ശവം ആ മഞ്ചത്തിൽ കിടക്കുന്ന ശവശരീരത്തിന് കേൾക്കുവാൻ സാധ്യമല്ല, അതിന് പ്രതികരിപ്പാൻ സാധ്യമല്ല. എന്നാൽ നാം കാണുവാൻ സാധിക്കുന്നു യേശു സംസാരിച്ചത് ആ ശവത്തോടെയായിരുന്നു. ഒരുപക്ഷെ ആ കൂട്ടത്തിൽ ആ മഞ്ചം ചുമന്നുകൊണ്ടുപോയ ആ വിധവയുടെ കൂട്ടത്തുള്ളവരെല്ലാം സംസാരിച്ചത് ആ വിധവയോടെയാണ്. അവളെ ആശ്വസിപ്പിക്കുവാനാണ്. ഒരു വ്യക്തി പോലും ആ മരിച്ചുപോയ ബാലിക്കാരനോട് സംസാരിച്ചുവെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ സാധ്യമല്ല. കാരണം ഈവൻ അവരുടെ ജീവിതത്തിൽ അവർ സംസാരിച്ചാൽ പോലും വേദന കൊണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ പോലും വ്യക്തതയോടെ അവർക്കറിയാം ഈ ബാലിക്കാരന്, മഞ്ചത്തിൽ കിടക്കുന്ന ഈ ബാലിക്കാരന് അത് കേൾക്കുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായ ബോധ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എന്നാൽ യേശു ആ മഞ്ചം ചുമക്കുന്നവരോടോ കരയുന്ന വിധവയോട് ഒരു വാക്ക് മാത്രം യേശു നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു പറഞ്ഞ ഒരേ ഒരു വാക്ക്, കരയണ്ട. അതുമാത്രമാണ് ആ സഹോദരിയോട് യേശു സംസാരിപ്പാനിടയായി തീർന്നത്. എന്നാൽ
യേശു അടുത്ത ശബ്ദം യേശു പറഞ്ഞത്, ബാലിക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. യേശു പറഞ്ഞ ഒരു ശബ്ദമാണ് വിധവയോട് കരയണ്ട. അതൊരു ഒരു ഒരു വാക്കായിരുന്നു. എന്നാൽ യേശു ബാലിക്കാരനോട് സംസാരിക്കുന്നത് ഒരു വാക്കല്ല, മറിച്ച് ഒരു സെൻറ്റൻസായി യേശു വളരെ ക്ലിയറായിട്ട് അവനോട് സംസാരിക്കുന്നു. ബാലിക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവനോട് പറയുകയാണ് യേശു എഴുന്നേൽക്കുക. കാരണം സൃഷ്ടികർത്താവിനെ അറിയാം ആരോടാണ് എഴുന്നേൽക്കാൻ പറയേണ്ടത്. സൃഷ്ടികർത്താവിനെ അറിയാം ആരോടാണ് കരയണ്ട എന്ന് പറയേണ്ടുന്നത്. നമ്മൾ ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് കരയുന്നത്, ആ വിഷയത്തിൻ്റെ നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ യേശു കടന്നു വരുന്നുണ്ട്. യേശു നമ്മെ എതിരിട്ട് കടന്നു വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഭാരപ്പെടരുത്. നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ എപ്പോഴാണ് ഒരു വിടുതൽ നമ്മുടെ വിഷയങ്ങളിൽ ലഭിക്കുന്നത്? എന്നാൽ നമ്മുടെ വിഷയത്തിൻ്റെ മധ്യത്തിൽ നാം ദൈവകരത്തിൽ കൊടുക്കുമ്പോൾ, ആ ദൈവസന്നിധിയിൽ നാം വെക്കുമ്പോൾ, ആ ദൈവ സാന്നിധ്യം അവിടെ കടന്നു വരുമ്പോൾ, ആ ദൈവ സാന്നിധ്യം നമ്മുടെ കണ്ണുനീരിനെ ഒപ്പുന്ന ദൈവ സാന്നിധ്യമാണ്. കാരണം ആ വിധവയുടെ കണ്ണുനീർ യേശു ഒപ്പുവാനിടയെ തീർന്നു. കൂടെയുള്ള കരഞ്ഞവരുടെ അവരുടെ കണ്ണുനീർ ഒപ്പുവാനിടയെ തീർന്നു. ചുമന്നവരുടെ ആ ചുമക്കുന്നതിൻ്റെ ഭാരം യേശു അത് എന്നേക്കുമായി മാറ്റി. ഇനി നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ചൊല്ലി ഭാരപ്പെടേണ്ട, ഈ വിഷയം നിങ്ങൾ ചുമക്കണ്ട എന്ന് യേശു അവരോട് ഇൻഡയറക്റ്റായി അവരോട് പറയുകയല്ല, മറിച്ച് അവരുടെ മുൻപിൽ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തി മൂലം ചുമക്കുന്നവർക്ക് വീണ്ടും അത് ചുമക്കേണ്ടുന്ന ആവശ്യം വരാതവണ്ണം യേശു വിഷയത്തിന്മേൽ പരിപൂർണ വിടുതൽ നൽകുവാൻ ഇടയായി തീർന്നു. നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ 15-ാം വാക്യത്തിൽ മരിച്ചവൻ എഴുന്നേറ്റു ഇരുന്നു സംസാരിപ്പാൻ തുടങ്ങി. വളരെ അത്ഭുതകരമായ കാര്യമാണ്. യേശു ആ ബാലിക്കാരനോട് എന്താണ് പറയുന്നത്? യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്. യേശു പറഞ്ഞു, ബാലിക്കാര എഴുന്നേൽക്കായി എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. എന്നാൽ ഈ ബാലിക്കാരൻ എഴുന്നേൽക്കായി എന്ന് യേശു പറയുക മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ ഈ മരിച്ചവൻ എഴുന്നേൽക്കുക മാത്രമല്ല, ഇരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. യേശു പറഞ്ഞു, എന്നാൽ അതിലുപരി അവൻ ചെയ്യുവാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, ആ വിഷയത്തോടനുബന്ധിച്ച് നാം ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ ഒരു എഴുന്നേൽപ്പുണ്ടാകണം, ആ വിഷയത്തിൽ ഒരു വിടുതൽ വേണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശു ആ വിഷയത്തോടനുബന്ധിച്ച് എഴുന്നേൽക്കുക എന്നുള്ള നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. ദൈവമേ, അതൊന്ന് എഴുന്നേൽക്കണം. ഒരു പക്ഷേ അസാധ്യമാണ് ആ കാര്യം, കാരണം അത് സംഭവിപ്പാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, മരിച്ച പോയ ആ സാഹചര്യം, മരിച്ചു, ഇനി ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാനുഷികമായി നമ്മുടെ ആശ അറ്റുപോയ വിഷയമാണ്. ഇനി ഒരിക്കലും സാധ്യതയില്ല. ആ സാധ്യതയില്ലാത്ത സ്ഥാനത്താണ് യേശു ആ വിഷയത്തെ നോക്കി എഴുന്നേൽക്കുവാൻ പറയുമ്പോൾ എഴുന്നേൽക്കുകയും മാത്രമല്ല, ആ ബാലിക്കാരൻ ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. നമുക്കവിടെ കാണാൻ സാധിക്കുന്നു ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു വളരെ വ്യത്യസ്തമായി യേശു ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി എന്ന് പറയുന്നത്, നാം ചിന്തിക്കുന്നതിനേക്കാൾ, നനയ്ക്കുന്നതിനേക്കാൾ, നാം പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതിൽ ഉപരിയാണ് ദൈവപ്രവൃത്തി നടക്കുന്നത്. പലപ്പോഴും നാം ചിന്തിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന ഇന്ന വിഷയമാണ്, അതുപോലെ ദൈവം പ്രവർത്തിക്കും. എന്നാൽ അതിലുപരി പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നാം ദൈവസന്നിധിയിൽ ഏത് വിഷയമാണ് ചുമക്കുന്നത്, ആ വിഷയത്തെ ചുമന്നുകൊണ്ട് നാം പോകുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു പക്ഷേ ഒരു ചെറിയ വിടുതലായിരിക്കാം. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു യൗവനക്കാരൻ ഒരു ഭവനത്തിൻ്റെ തലവേദനയായി, വളരെ വേദനയായ ഒരു യൗവനക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ ഭവനത്തിൽ എന്നെ വിളിക്കുവാൻ ഇടയെ തീർന്നു. ആ ഭവനത്തോട് ചേർന്നിരുന്ന് ഒരു മാസത്തോളം ആ ഭവനത്തിൽ ആ വിഷയത്തോടനുബന്ധിച്ച് ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഇടയെ തീർന്നു. എന്നാൽ വലിയതായ മാറ്റങ്ങളോ വിടുതലുകളോ ആ വിഷയത്തോടനുബന്ധിച്ച് കാണുവാൻ ഇടയായി തീർന്നില്ല. അതിന് മുഖാന്തരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. എല്ലാ ആഴ്ചയിലും പ്രത്യേക ചില ദിവസങ്ങൾ വേർതിരിച്ചിരുന്നു. കാരണം എനിക്ക് കുറച്ചും കൂടി സമയങ്ങൾ ദൈവസന്നിധിയിൽ ചിലവഴിപ്പാൻ കൂടുതൽ സമയം ലഭിക്കുന്ന ദിവസം നോക്കി ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ 8 മാസക്കാലം
ഞാൻ പറയുവാൻ ഇടയായിത്തീരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ 8 മാസക്കാലം ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ചില പ്രത്യേക ദിവസങ്ങൾ ദൈവസന്നിധിയിൽ എനിക്ക് സമയം കൂടുതൽ ലഭിക്കുന്നതായ ദിവസങ്ങൾ നോക്കി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 8 മാസം കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിന് ചലനം വരുവാൻ തുടങ്ങി. 8 മാസമാണ്, അല്ലെങ്കിൽ 8-9 മാസം ഓൾ ടുഗെദർ ഞാൻ ചിന്തിച്ചാൽ 8-9 മാസം ആ വിഷയം ചുമന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ കരയുവാൻ, അല്ലെങ്കിൽ ആ വിഷയം ചുമക്കുവാൻ തക്കവണ്ണം ഇടയെത്തുന്നു. എന്നാൽ 8-9 മാസം കഴിഞ്ഞപ്പോൾ ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ തികച്ചും മദ്യപാനിയും തികച്ചും വളരെ മോശകരമായ ജീവിതം നയിക്കുന്ന, വളരെ ഈ ലോകത്തിൽ എന്തെല്ലാം പാപമുണ്ടോ ആ പാപങ്ങളെല്ലാം ചെയ്യുന്നതായ ആ യൗവനക്കാരൻ തികച്ചും വ്യത്യസ്തനായി തീരുവാനിടയെ തീർന്നു. താൻ മാനസാന്തരപ്പെടുവാൻ, താൻ സ്നാനപ്പെടുവാൻ, അതുമാത്രമല്ല താൻ ഇന്ന് ഒരു സഭയുടെ പാസ്റ്ററായി, ദൈവദാസനായി, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം വളരെ ഉപയോഗപ്പെടുന്ന ഒരു ദൈവദാസനായി തീരുവാൻ തക്കവണ്ണം ദൈവം തന്നെ ഇടയാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. തൻ്റെ ജീവിതത്തിൽ ഇന്ന് താൻ വ്യത്യസ്തനാണ്. അന്ന് ആ മാതാവ്, ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് ആ മാതാവ് ഇപ്രകാരം എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. ഭവനത്തിൻ്റെ തലവേദന, ഭവനത്തിൻ്റെ വേദനയെ തീർന്ന ഈ മകൻ ഒന്നുകിൽ രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ ദൈവം ജീവനെ എടുക്കണമേ എന്ന് എന്നോട് പറയുവാൻ ഇടയെ തീർന്നു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ജീവനെ എടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കില്ല, മറിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്. ഏത് വ്യക്തിയെയും മാറ്റം വരുത്തുന്ന യേശു ക്രിസ്തു ആ വ്യക്തിയെ മാറ്റുമെന്ന് ആ പ്രിയ മാതാവിനോട് ഞാൻ പറയുവാൻ ഇടയെ തീർന്നു. കാരണം അവർ പറഞ്ഞൊരു തലവേദനയാണ് ജീവിതത്തിൽ അതുപോലെ ഭാരപ്പെടുന്ന. കാരണം ആ ഭവനത്തിൽ സ്വസ്ഥത കെട്ട്, സമാധാനം കെട്ട്, അവരുടെ ജീവിതത്തിൽ പിശാച് കുടിവാഴുന്ന അവസ്ഥയിലുള്ള വിഷയങ്ങളായിരുന്നു. അങ്ങനെയുള്ള വിഷയമായതുകൊണ്ട് ഒരിക്കലും സാധ്യതയില്ല. കാരണം ഒരു മാനുഷികമായി ചിന്തിച്ചാൽ സാധ്യതയില്ലാത്ത വിഷയം. എന്നാൽ ഞാൻ ആ മാതാവിനോട് ഇപ്രകാരം പറയുവാൻ ഇടയെ തീർന്നു, ഒരിക്കലുമില്ല, ഈ മകൻ ഒരു ദൈവദാസനായി പുറത്തു വരും. അതാണ് ഞാൻ വിശ്വാസത്താൽ കാണുന്നത്. ബൈബിൾ എടുത്ത് ദൈവജനം പ്രസംഗിക്കുന്ന ഒരു മകനായി തീരുമെന്ന് ആ മാതാവിനെ നോക്കി പറയുവാൻ ഇടയെ തീർന്നു. ആ സമയത്താണ് ആ മാതാവിനോട് പറഞ്ഞത്, ഒന്നുകിൽ രക്ഷയുടെ അനുഭവത്തിൽ വരണം, അല്ലെങ്കിൽ ദൈവം എടുത്തു കളയട്ടെ, കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ടല്ലോ എന്ന് പറയുവാൻ ഇടയെ തീർന്നു. എന്നാൽ ആ മകൻ്റെ ജീവിതത്തിൽ മാനസാന്തരം മാത്രമല്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചത് ദൈവത്തോട് മാനസാന്തരമെങ്കിൽ ആ മകൻ എഴുന്നേറ്റത് ഒരു ദൈവദാസനായി, വചനം പ്രസംഗിക്കുന്നവനായി, ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ദൈവദാസനായി തീരത്തക്ക രീതിയിൽ ദൈവം അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു ദൈവദാസനാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നാം പ്രാർത്ഥിക്കുന്നത്, ഏത് വിഷയത്തെ ചൊല്ലിയാണോ നാം കരയുന്നത്, അല്ലെങ്കിൽ ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് നമ്മുടെ ഹൃദയം വ്യാകുലപ്പെടുന്നത്, അല്ലെങ്കിൽ നാം ചില വിഷയങ്ങളെ, മറ്റുള്ളവരുടെ ചില വിഷയങ്ങളെ ഏറ്റെടുത്ത് ചുമക്കുകയാണ്, ദൈവം പറയുന്നു ആ വിഷയത്തിന്മേൽ ഒരു എഴുന്നേൽപ്പുണ്ട്. ആ വിഷയത്തിന്മേൽ എഴുന്നേൽപ്പ് മാത്രമല്ല, ആ വിഷയത്തിനോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ആ വിഷയത്തിൽ ആ വ്യക്തിയിലൂടെ ദൈവത്തിന് ചിലത് സംസാരിക്കുവാൻ, അല്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തിന് വളരെ പ്രയോജനപ്പെടുവാൻ, ഒരുപക്ഷെ നാം പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി, ചിന്തിച്ചതിനേക്കാൾ ഉപരിയായി, നനച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ദൈവപ്രവൃത്തിയെ ആ വിഷയത്തോടനുബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ ചേരി പ്രദേശങ്ങളിലാണ് അനേക വിഷയങ്ങൾ വർഷങ്ങളായി വിടുതലില്ലാത്ത, കൊച്ചുനാൾ മുതലേ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ട് വിടുതലില്ലാത്ത, ഒരിക്കലും ഇനി സാധ്യതയില്ലാത്ത വിഷയത്തിലാണ് ദൈവം ഇറങ്ങി പ്രവർത്തിച്ചത്. ഒരുപക്ഷെ എസ്തേറിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യമാണ് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ. ഒരുപക്ഷെ ഇതുപോലൊരു വിടുതൽ നടക്കുമെന്ന് ചിന്തിച്ചല്ലായിരിക്കാം അവർ ഉപവസിച്ചത്. അവർ വെറും ഉപവസിച്ച് പ്രാർത്ഥിച്ചത് അവരുടെ ജീവനെ രക്ഷിക്കണമെന്ന് മാത്രമേ ചിന്തിച്ചത്. പക്ഷേ ദൈവം ആ മൊർദെഖായിയെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ മാനിക്കുവാൻ തക്കവണ്ണം, നിയമത്തെ മാറ്റി എഴുതുവാൻ തക്കവണ്ണമുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിത്വം
വിഷയമാക്കി പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധി കരയുന്ന, അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന, ഭാരത്തെ ചുമക്കുന്ന, ഒരു ദേശത്തിന് വേണ്ടി മുഴുവനായി ദൈവസന്നിധി കരയുന്ന വ്യക്തിയെ നിയമത്തെ മാറ്റി എഴുതുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളൊരു വ്യക്തിയാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയായി തീർത്തു. ദൈവത്തിനൊന്നും ഹാമാൻ എഴുതി കൂട്ടിയതിനെ വിപരീതമായി എഴുതുവാൻ ദൈവം മൊർദെഖായി ഉപയോഗിച്ചതിന് ഒരേ കാരണം മൊർദെഖായിയുടെ ഹൃദയത്തിൻ്റെ വേദന. അല്ലെങ്കിൽ എസ്തേറിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം എത്ര വേദനയോടെയാണ് മൊർദെഖായി കാര്യങ്ങൾ പറയുന്നത്. നീ ഈ സമയത്ത് എഴുന്നേറ്റില്ല എങ്കിൽ, ഈ സമയം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ സമയം നീ എഴുന്നേറ്റില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷയത്തോടനുബന്ധിച്ച് നീ രാജാവിനോട് പറയുന്നില്ല എങ്കിൽ നീയും നിൻ്റെ പിതൃഭവനും നശിച്ചു പോകും. മറ്റൊരുത്തനിൽ നിന്ന് ദൈവം രക്ഷ യഹൂദന് വരുത്തുമെന്ന വേദനയോടെ മൊർദെഖായി പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ തൻ്റെ തലയിൽ മണ്ണ് വാരിയിട്ട്, ചാരം വാരിയിട്ട്, അല്ലെങ്കിൽ ആ ചാരത്തിലിരുന്ന് അവൻ്റെ സ്വന്തം വസ്ത്രം കീറിക്കളഞ്ഞ് അവൻ രട്ടുടുത്തുവെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ വേദന എത്ര വലുതായിരുന്നു. സ്വന്തം പ്രാണനെ രക്ഷിക്കുവാനുള്ള വേദനയല്ല, അനേകരുടെ പ്രാണനെ രക്ഷിക്കുവാൻ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അനേകരെ പ്രാണനെ രക്ഷിക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ താനെടുത്ത തീരുമാനം, ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ എസ്തേർ എടുത്ത തീരുമാനം ബൈബിളിലുടനീളം നാം വായിക്കുമ്പോൾ 2 സഹോദരിമാരെയാണ് ദൈവം വളരെ ശക്തമായി കരത്തിലെടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായി തീർന്ന ദെബോര പഴയ നിയമത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ദെബോരയെക്കുറിച്ച് ഇസ്രായേലിൽ അനേക പുരുഷന്മാരുള്ള സമയത്തും ദൈവത്തിൻ്റെ ന്യായപാലനത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ദെബോര. അതുപോലെ എസ്തേറിൻ്റെ സമയം നമുക്കറിയാം. പേർഷ്യ, മീഡിയ ആ സമയത്ത്, ആ റൂളിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുത്ത സ്വപ്നം 7-ാം അധ്യായത്തിലുള്ള ആ സ്വപ്നത്തിൽ നമുക്ക് കാണുന്നതായ ആ മൃഗത്തിൻ്റെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ആ രാജഭരണം, ആ ഭരണത്തിൻ്റെ അവസ്ഥകൾ അതിൻ്റെ 2-ാം ഭരണ സമയത്ത്, അല്ലെങ്കിൽ നെബൂഖദ്നേസർ രാജാവ് കണ്ട ആ ബിംബത്തിൻ്റെ ആ 2-ാമത്തെ, അല്ലെങ്കിൽ ആ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ വെള്ളി കൊണ്ടുള്ള, അല്ലെങ്കിൽ പേർഷ്യ ഭരണകൂടത്തിൻ്റെ സമയത്ത് ദൈവം എത്ര വലിയ അത്ഭുതമാണ് ചെയ്തത്. ഒരിക്കലും സാധ്യതയില്ലാത്തടത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം നെടുവീർപ്പിടുമ്പോൾ, അല്ലെങ്കിൽ ഏത് വിഷയത്തോടനുബന്ധിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന്മേൽ വെറും ഒരു എഴുന്നേൽപ്പല്ല. ദൈവം എഴുന്നേൽക്കുക, യേശു എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അത് എഴുന്നേൽപ്പല്ല, ആ വ്യക്തിയിലൂടെ ദൈവം അത് എന്താണ് സംസാരിച്ചു തുടങ്ങി നമുക്കറിയില്ല. എന്നാൽ അവൻ സംസാരിച്ചു തുടങ്ങി, അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വീകരിച്ചു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ദൈവം ജനത്തെ സന്ദർശിക്കുക. രൂത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പത്തിൻ്റെ കോല് ദൈവം ബെത്ലഹേമിൽ ഒടിച്ചു കളഞ്ഞു. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചപ്പോൾ അപ്പം കൊടുത്തത് മോവാബ് ദേശത്തിരുന്ന് നവോമി കേൾക്കുവാനിടയെ തീർന്നു. ദൈവം സന്ദർശിക്കുമ്പോഴുള്ള വിടുതൽ, ദൈവം സന്ദർശിക്കുമ്പോൾ ആ സ്ഥിതിക്ക് ഓപ്പോസിറ്റായുള്ള സ്ഥിതിയാണ് വരുന്നത്. ക്ഷാമത്തിൻ്റെ അവസ്ഥയിൽ നിന്നും ദൈവം ആ ക്ഷാമത്തിൻ്റെ അവസ്ഥ മാറ്റി അപ്പം കൊടുക്കുവാൻ, അല്ലെങ്കിൽ യഹൂദ ദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് അപ്പം, അല്ലെങ്കിൽ ആ വെള്ളം ദൈവം കളഞ്ഞ ക്ഷാമത്തിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പവും വെള്ളവും ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്, വലിയ ക്ഷാമമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒന്നിനും ഒരു അവസ്ഥയില്ലാത്ത അവസ്ഥ, വെള്ളമില്ല, ഭക്ഷണമില്ല, എത്ര വേദനാജനകമായ അവസ്ഥയാണ്. എന്നാൽ ദൈവം സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ കാണാൻ സാധിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കുന്ന, അല്ലെങ്കിൽ ബെത്ലഹേമിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ദൈവം സന്ദർശിച്ചപ്പോൾ ആ റൂത്തിൻ്റെ, അല്ലെങ്കിൽ നവോമിയുടെ അവസ്ഥ മാറുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ വിഷയത്തോടനുബന്ധിച്ച് ദൈവം ഈ അമ്മയെ സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ ഈ ജനത്തിന് വേണ്ടി ഒരു വലിയ വിടുതലാണ്. സകല ജനത്തിന് വേണ്ടിയാണ് ദൈവം സന്ദർശിക്കുന്നത്. ആ ജനം നയീൻ പട്ടണത്തിലുള്ള
വലിയ കൂട്ടം ജനത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് യേശുവിനെ പിന്തുടർന്ന ഒരു വലിയ കൂട്ടമുണ്ട്. ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്നും യേശുവിനെ പിന്തുടർന്ന അനേകരുണ്ട് 12 ശിഷ്യന്മാരോടുകൂടെ. എന്നാൽ നയീൻ പട്ടണത്തിൽ നിന്നും നയീൻ പട്ടണത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. എന്നാൽ അവരുടെ എല്ലാം മധ്യത്തിൽ ദൈവം മഹത്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു അത്ഭുതമായിട്ടാണ് ഈ മകൻ്റെ ജനനം. നമുക്കറിയാൻ സാധിക്കുന്നു എന്തുകൊണ്ടാണ് ഈ മകൻ മരിച്ചത്, ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു. കാരണം യേശു മഹത്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ മകൻ്റെ ജനത്തെ, ഒരുപക്ഷെ അവനെ ചുമന്നത് അവൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ അമ്മ ഭാരപ്പെട്ടത്, അല്ലെങ്കിൽ അവനെ ചുമന്നവർ ഭാരപ്പെടുവാനിടയെ തീർന്നത്. ആ ചുമക്കുന്നവർ ഭാരത്തോടെ കരഞ്ഞും വിലപിച്ചും കൊണ്ടാണ് ചുമക്കുന്നത്. കൂടെയുള്ളവരും കരഞ്ഞും വിലപിച്ചും കൊണ്ടാണ് കൂടെ പോകുന്നത്. എന്നാൽ ഈ മകൻ്റെ വിഷയത്തിൽ ഇതുപോലെ കരഞ്ഞും വിലപിച്ചും കൊണ്ട് ജനം പോകുന്നു, അല്ലെങ്കിൽ അമ്മ കരയുന്നു, ചുമക്കുന്നവർ കരയുന്നു, പ്രാർത്ഥിക്കുന്നവർ. ഇന്ന് ചുമക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വിഷയത്തോടനുബന്ധിച്ച് നമ്മെ വിഷയം ചുമക്കുകയാണ്. എന്നാൽ അനേകർ കരയുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ മകനെക്കുറിച്ചുള്ള അവൻ സൃഷ്ടികർത്താവിനറിയാം ഈ സൃഷ്ടിയെ ഞാൻ സൃഷ്ടിച്ചതിൻ്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ ശ്വാസം ഞാൻ എടുത്തത് എന്തിനു വേണ്ടിയാണ്, ഇവനെ ഈ മഞ്ചത്തിലാക്കിയത് എന്തിനാണ്. മഞ്ചത്തിൽ ഒരിക്കലും ആക്കുകയില്ല, ഒരിക്കലും മരിച്ചല്ലാതെ മഞ്ചത്തിൽ ആരും കിടക്കുകയില്ല. എന്നാൽ ഈ മഞ്ചത്തിൽ ഇവനെ ആക്കിയത് എന്തിനു വേണ്ടിയാണ്. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കാൻ പോയപ്പോൾ, അവിടെ കാട്ടുമനുഷ്യരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ പോയപ്പോൾ, അവിടെയെല്ലാം രോഗികളായി കിടക്കുന്നവരെ മഞ്ചത്തിലെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയുണ്ട്. കാട്ടുമനുഷ്യർ അവർ മഞ്ചത്തിലെടുത്തുകൊണ്ട് പോകും രോഗികളെ. കാരണം ചുമന്നുകൊണ്ട് പലരായി അവരെ ചുമന്നുകൊണ്ട് പോകും. കാരണം കൊടുങ്കാടാണ്, അതുപോലെ വലിയ പർവ്വതങ്ങളാണ്, അതുകൊണ്ട് അവിടെ സാഹചര്യങ്ങളില്ല. അപ്പോൾ അങ്ങനെ മഞ്ചത്തിലെടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന അവസ്ഥകൾ ഈ അടുത്ത കാലം വരെയും അവർക്ക് അവിടെ ഉണ്ട്. അവർക്ക് വാഹനങ്ങളില്ല, അപ്പോൾ മഞ്ചത്തിലെടുത്തുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു മരിച്ച ശേഷമാണ് മിക്കവാറും നടക്കുവാൻ വയ്യാത്തവരെയാണ് മഞ്ചത്തിലെടുത്തുകൊണ്ട് പോകുന്നത്. എന്നാൽ മരിച്ച ശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു മഞ്ചത്തിൽ കിടന്ന് അനേകർ കരഞ്ഞും നിലവിളിച്ചും കൊണ്ടുപോകുന്നത്. ഒരു രോഗി മരിച്ചിട്ട് മഞ്ചത്തിൽ കൊണ്ടുപോകുന്നതും മരിച്ചൊരു വ്യക്തിയെ മഞ്ചത്തിൽ കൊണ്ടുപോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രോഗി മരിച്ചു പോകും, രോഗി മഞ്ചത്തിൽ കിടക്കുമ്പോൾ കരഞ്ഞും നിലവിളിച്ചും കൊണ്ടല്ല ആ വൈദ്യൻ്റെ അടുത്തേക്ക് പോകുന്നത്, മറിച്ച് അവർ പ്രത്യാശയോടെ എന്തെങ്കിലും ഒരു ആശയ്ക്ക് വകയുണ്ടെന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. എന്നാൽ മരിച്ച ഒരു ശവശരീരം മഞ്ചത്തിൽ വെച്ച് ചുമക്കുമ്പോൾ ആശയറ്റുകൊണ്ടുള്ളൊരു കരച്ചിലാണ്. ആശ നഷ്ടപ്പെട്ടു, ഇനി ആ വ്യക്തിയെ ലോകത്തിൽ കാണുവാൻ സാധ്യമല്ല, ആശയറ്റ ഒരു കരച്ചിലാണ്. എന്നാൽ ആ അവസ്ഥയിലും ദൈവം നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരാശയില്ലാതെ പല വിഷയങ്ങൾ നാം മഞ്ചത്തിലാക്കി നാം ചുമക്കുകയാണ്. നാം ചിന്തിക്കുകയാണ്, കർത്താവെ ആശയറ്റു പോയല്ലോ, വിഷയങ്ങൾക്ക് വിടുതലില്ലല്ലോ. എന്നാൽ യേശു പറയുകയാണ്, നിൻ്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. മനസ്സലിയുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. കാരണം ദൈവം ജനത്തെ സന്ദർശിക്കുമ്പോൾ അത് അപ്സൈഡ് ഡൗൺ നമുക്കറിയാൻ സാധിക്കുന്നു. ഗോഡ് ടേൺ ഓവർ ദ ടേബിൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവം അത് വളരെ വ്യത്യസ്തമായി, അതിൻ്റെ വളരെ വിപരീതമായ കാര്യമാണ് പിന്നെ ചെയ്യുന്നത്. നാം ഒരിക്കലും ചിന്തിക്കാത്ത, നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിലോ നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിലോ നമുക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുവാൻ, പ്രതീക്ഷിക്കുവാൻ സാധ്യത ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ് യേശു തൊടുമ്പോൾ, അല്ലെങ്കിൽ യേശു എതിരേറ്റ വിഷയത്തോടനുബന്ധിച്ച് യേശു എതിരേറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന വിടുതലെന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷകളില്ലാത്ത വിടുതലായിരിക്കും. നാം ഒരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത വിടുതലാണ് യേശു നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിടുവിക്കുന്ന വിടുതൽ എന്ന് പറയുന്നത് അത് ജനത്തിന് ഭയം കൊടുക്കുന്ന, ദൈവത്തെ ജനം ഭയപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തെ മഹത്വീകരിക്കുവാൻ തക്കവണ്ണം, ജനത്തിൻ്റെ മധ്യത്തിൽ ദൈവമുണ്ട്, യഥാർത്ഥമായി ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ളൊരു പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഈ മകൻ മരിക്കുവാനിടയായി തീർന്നത്. ഈ മകൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ അവസ്ഥ, അല്ലെങ്കിൽ ഒരു മരണകരമായ ഇപ്രകാരം ഒരു അവസ്ഥ വന്നത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലെങ്കിൽ 400 വർഷക്കാലം നമുക്കറിയാം ഗ്രീസിൻ്റെ ആ കാലഘട്ടത്തിൽ 400 വർഷക്കാലം ദൈവം വളരെ കോപിഷ്ഠനായിരുന്നു. 400 വർഷക്കാലം ദൈവം സംസാരിച്ചില്ല. അതിനുശേഷമാണ് ആദ്യമായി ദൈവശബ്ദം കേൾക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നു ജനത്തിൻ്റെ പാപമുഖാന്തരം ദൈവം ജനത്തോട് സംസാരിക്കാതെ ഇരുന്നു. എന്നാൽ ദൈവം ആദ്യമായി സംസാരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ പിതാവായ സക്കരിയ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സക്കരിയ പ്രവാചകനോട് ദൈവം
സംസാരിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. എലിസബത്തിൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന ആദ്യത്തെ ശബ്ദമാണ് നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ അതാണ് 400 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ട് ദൈവശബ്ദം ജനം കേൾക്കുന്നത്. ആദ്യത്തെ ശബ്ദമാണ് ആ മഹാപുരോഹിതൻ കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നുള്ള ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കും ഉത്തരമില്ല, ദൈവം സൈലൻ്റാണ്, ദൈവം മിണ്ടുന്നില്ല. എന്നാൽ ദൈവം പറയുന്ന ആദ്യത്തെ ശബ്ദം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരുപക്ഷെ ആ മകൻ മരിച്ചപ്പോൾ പോലും, അല്ലെങ്കിൽ രോഗിയായി കിടന്നപ്പോൾ, എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ ആ മകൻ അവസാന ശ്വാസം വലിക്കുമ്പോഴും അമ്മയോ കൂടെയുള്ളവരൊക്കെ കരഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്ങനെയെങ്കിലും ഈ ശ്വാസം നിൽക്കണം, അല്ലെങ്കിൽ ആ ശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്, അവനെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം നിവർത്തീകരിക്കണം. ഒരുപക്ഷെ അമ്മ കരഞ്ഞു കാണും, വിധവയായ അമ്മ കരഞ്ഞു കാണും, എന്തിനാണ് ഈ മകൻ ജനിച്ചത്, എൻ്റെ ജീവിതത്തിൽ നിത്യമായ ദുഃഖമാണല്ലോ, ഒരിക്കലും എൻ്റെ അവസാന ശ്വാസം വരെ കരയുവാൻ തക്കവണ്ണമാണോ ഈ മകൻ ജനിച്ചത് എന്ന് അമ്മ ദുഃഖിക്കത്തക്ക രീതിയിൽ അമ്മയുടെ ജീവിതത്തിലുള്ള വേദനയെ മാറ്റുവാൻ തക്കവണ്ണം യേശു ഇറങ്ങി വരുവാനിടയെ തീർന്നു. യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ മകൻ്റെ യേശു പറയുകയല്ല, ചെയ്ത് കാണിച്ച കാര്യമാണ്. എന്താ പറയുക, ആ മകൻ്റെ ജനനം കൊണ്ട് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിൻ്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില വിഷയമായിരിക്കാം. ആ വിഷയത്തോടനുബന്ധിച്ച് ഒരുപക്ഷെ ചിന്തിക്കാം, ദൈവമേ എന്താണ് അതിൻ്റെ പുറകിലുള്ള വിഷയം. ഞാൻ പലവരുമായി സംസാരിക്കുമ്പോൾ, പല വ്യക്തികളുമായി സംസാരിക്കുന്ന സമയത്ത് വേദനപ്പെട്ട് ദുഃഖിക്കുന്നവരുമായി സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെന്നെ വിളിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി അവരെന്നെ വിളിക്കുമ്പോൾ, ചിലപ്പോഴെല്ലാം ചിലർ പറയാറുണ്ട്, എന്തിനാണ് ഇങ്ങനൊരു കാര്യം ഞങ്ങളുടെ ഭവനത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽ, അല്ലെങ്കിൽ എൻ്റെ ഭവന അന്തരീക്ഷത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം വന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് പോലെ അവർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരമെന്ന വണ്ണം എനിക്ക് പറയുവാനുള്ളത്, പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിനൊരു ഉത്തരമുണ്ട്. ദൈവം വിടുവിക്കുന്ന നാളുകൾ. ആ മകൻ എഴുന്നേൽക്കുക മാത്രമല്ല, അവൻ സംസാരിക്കുവാൻ തുടങ്ങും. അവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ. അവൻ സംസാരിച്ചത് മരിച്ചവനായിരുന്നു. അവൻ സംസാരിച്ചു തുടങ്ങി. അവൻ എന്താണ് സംസാരിച്ചത്? ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ യേശു ക്രിസ്തുവിനെ എഴുന്നേൽപ്പിച്ചു. അവൻ്റെ മരിച്ച സ്ഥിതി, അല്ലെങ്കിൽ അവൻ്റെ നാറ്റം വെക്കുവാൻ പോകുന്ന സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുവാൻ ഇടയെ തീർന്നു. നാറുവാൻ പോകുന്ന സ്ഥിതി, അല്ലെങ്കിൽ എന്നേക്കുമായി ലോകത്തെ ഒരിക്കലും ഇനി കാണുവാൻ സാധ്യമല്ലാതെ, ലോകത്തിന് പ്രയോജനമില്ലാതെ, ദൈവത്തിന് പ്രയോജനമില്ലാതെ തീരുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തിനും ലോകത്തിനും പ്രയോജനമുള്ളവനായി, അനേകർക്ക് മുമ്പിൽ സാക്ഷ്യമായി, അനേകർക്ക് പ്രയോജനമുള്ളവനായി, ദൈവത്തെ മഹത്വീകരിക്കുവാൻ തക്കവണ്ണം, ദൈവം അവനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവനിരുന്ന് സംസാരിച്ചപ്പോഴാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ ഇരുന്നു സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് എല്ലാവർക്കും ഭയം പിടിക്കുവാൻ, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നുവെന്ന്, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ചില പ്രവൃത്തികൾ നമ്മുടെ മധ്യത്തിൽ ദൈവം വെളിപ്പെടുത്തും. ദൈവം ചെയ്യും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും, അതിശയങ്ങൾ ദൈവം ചെയ്യും. കാരണം പറഞ്ഞിട്ടല്ല. പലപ്പോഴും ചിന്തിക്കും ഒരുപക്ഷെ പ്രവാചകൻ വന്നു പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടില്ലല്ലോ, അല്ലെങ്കിൽ ദർശനങ്ങളാൽ ദൈവം എന്നോട് സംസാരിച്ചില്ലല്ലോ. എന്നാൽ ദൈവം പലപ്പോഴും പല കാര്യങ്ങളും അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയാതെ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഈ മകൻ്റെ ജനനത്തിനും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നാം ചിന്തിക്കാം, എന്താണ് ദൈവിക ഉദ്ദേശം? ഇന്ന വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നല്ലോ, ഇന്ന വിഷയത്തിൽ ഞാൻ വേദനപ്പെടുന്നല്ലോ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി വേദനപ്പെടുന്നു, ആ വ്യക്തിയുടെ വേദനയിൽ നാമും കൂടെ ഇരുന്ന് കരയുന്നു, വേദനപ്പെടുന്നു. ദൈവസന്നിധിയിൽ നാം ആ വിഷയങ്ങളെ വയ്ക്കുന്നു, നാമും ഉപവസിക്കുന്നു. എന്നാൽ ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, വേദനപ്പെടേണ്ട. ആ മകൻ എഴുന്നേൽക്കുക മാത്രമല്ല, ആ വിഷയം എഴുന്നേൽക്കുക മാത്രമല്ല, ആ വിഷയത്തിലൊരു വിടുതൽ നടക്കുക മാത്രമല്ല, ആ വിഷയം ലോകത്തിനൊരു അത്ഭുതമായി സംസാരിക്കുവാൻ പോവുകയാണ്. ആ വിഷയം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് ചിലത് സംസാരിക്കുവാനുണ്ട്, ലോകത്തോട് സംസാരിക്കുവാനുണ്ട്. ആ മകൻ്റെ മരണത്തിൻ്റെ
യേശുവിൻ്റെ ഉയർപ്പിൽ ദൈവത്തിന് ചിലത് ലോകത്തോട് അറിയിക്കുവാനുണ്ട്. ആ മകനിലൂടെ അറിയിക്കുവാനുണ്ടായിരുന്നു. ആ മകൻ സംസാരിച്ചു തുടങ്ങിയെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ആ മകൻ സംസാരിച്ചു തുടങ്ങിയത് ഒരിക്കലും മറ്റൊന്നുമല്ല, മറിച്ച് വലിയ ജനക്കൂട്ടം നയീൻ പട്ടണത്തിൽ നിന്നും കടന്നു വരുന്ന നയീൻ പട്ടണത്തിലുള്ള മുഴുവൻ പുരുഷാരത്തോട്, അല്ലെങ്കിൽ അവൻ്റെ മഞ്ചം ചുമന്നവരും അവനെയും അവൻ്റെ അമ്മയെയും അവനെയും പിന്തുടർന്ന ഒരു വലിയ കൂട്ടത്തോട്, അതുപോലെ യേശുവിൻ്റെ കൂടെ കടന്നു വന്ന മഹാപുരുഷാരത്തോട് ആ മകൻ സംസാരിച്ചു തുടങ്ങിയൊരു കാര്യമായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ആശയില്ലായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉദ്ദേശ നിവൃത്തി നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ജനനം കൊണ്ടുള്ള ഉദ്ദേശം നഷ്ടപ്പെട്ടു പോയവനായിരുന്നു. എന്നാൽ യേശു എനിക്കത് മടക്കി തന്നു. യേശു എൻ്റെ മഞ്ചത്തെ തൊട്ടത് മുഖാന്തരം, യേശു എൻ്റെ അമ്മയോട് കരയണ്ട എന്ന് പറഞ്ഞത് മുഖാന്തരം, യേശു എൻ്റെ അമ്മയോട് മനസ്സലിഞ്ഞത് എന്നോടും എൻ്റെ അമ്മയോട് മനസ്സലിഞ്ഞത് മുഖാന്തരം എൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു വിടുതൽ, അല്ലെങ്കിൽ ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിനെ മനസ്സലിഞ്ഞു. അമ്മയോടാണ് മനസ്സലിഞ്ഞ് അമ്മയോട് കരയണ്ട എന്ന് പറയുവാൻ ഇടയെ തീർന്നു. കാരണം ജനക്കൂട്ടം പിന്നത്തേതിൽ തിരിച്ചു പോകും. എന്നാൽ നിത്യമായ ദുഃഖത്തോടെ, സ്ഥിരമായ ദുഃഖത്തോടെ ജീവിക്കേണ്ടുന്ന ഈ അമ്മയുടെ ജീവിതത്തിലും നിത്യമായ സന്തോഷം വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർക്കുന്ന അവസ്ഥയിലേക്ക് ഇടയെ തീരുവാൻ ഇടയെ തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്ന വിഷയത്തിൽ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയം ആസന്നമായി. പരിശുദ്ധാത്മ വ്യക്തതയോടെ പറയുന്നൊരു കാര്യമുണ്ട്, ആ വിഷയത്തിന്മേൽ ഒരു എഴുന്നേൽപ്പുണ്ട്, ആ വിഷയത്തിന്മേൽ ഒരു വിടുതലുണ്ട്. ആ വിഷയം ലോകത്തോട് സംസാരിക്കും. ജനം ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകും. റിബസത്തുറാനകരകതകല ജനപരരകതകല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. റാബാന ഹത്തന രഗതകല ജനബല റീബന ഹത്തന രഗതകല ജനബല രഗതകല അന്ധാനകരകതകല ജീതര രഗതകല റബന ഹത്തന രഗതകല. നിങ്ങളോട് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, റിസീവ് ഇൻ ജീസസ് നെയിം, റിസീവ് ഇൻ ജീസസ് നെയിം. रगदगल ओ पवित्र 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 परमेश्वर यीशु के पवित्र नाम परमेश्वर आपके लोगों के बीच में परमेश्वर प्रगट होने के लिए प्रार्थना करते प्रभु जी. रिखान बरेगदगल जिदर रेगदगल आज तक परमेश्वर क्या विषय में परमेश्वर छुटकारा नहीं पाया है. आज तक कितने विषय के ऊपर परमेश्वर ओ रबन हतना रग टूटा हो स्थितियों में अरब सतुराने रेगदगल अलग अलग परिस्थितियों में पीसा हुआ स्थितियों में परमेश्वर हालेलुया टूटा हुआ मन के साथ परमेश्वर आपके सामने लोग आपके सामने बैठते प्रभु जी. वो विषय में आप छुटकारा देने के लिए इससे धन्यवाद देते प्रभु जी. रिसीव इन जीसस नेम रबा सतुराने रेगदगल. वो विषय में परमेश्वर के आत्मा कहते हैं वो विषय में परमेश्वर छुटकारा देने के लिए जा रहे. होली स्पिरिट रिसीव इन जीसस नेम, रिसीव इन जीसस नेम रबा सतुराने रेगदगल रबाने रेगदगल. होली स्पिरिट रिबाने हत्तना रेगदगल. पवित्र आत्मा के पवित्र हाथों में परमेश्वर हर एक परमेश्वर हालेलुया लोगों को विषयों को लेकर हम प्रार्थना करते प्रभु जी. परमेश्वर डालस प्रेयर लाइन के द्वारा अपर रूम प्रेयर लाइन के द्वारा परमेश्वर कितना लोग परमेश्वर के सामने परमेश्वर हालेलुया ये प्रार्थना में जुड़ गया है प्रभु जी. हालेलुया उनके सबको आशीष देते प्रभु जी. पास्टर जोसेफ के लिए परमेश्वर उनके कलीसिया के हर एक जन के लिए आपके परमेश्वर भक्त दास दासी लोगों के लिए प्रभु जी, बच्चे लोगों के लिए प्रभु जी हालेलुया भाई बहनों के लिए हर एक को यीशु के हाथ में समर्पण करते परमेश्वर. हमारा प्रार्थना परमेश्वर रिसीव इन जीसस ने परमेश्वर कितना लोग परेशानियों में दुख में अलग अलग क्लेश में परमेश्वर अपने जिंदगियों के बिदारे अलग अलग जीवनों में परमेश्वर पूरा छुटकारा बने रहने के लिए प्रार्थना करते प्रभु जी. उनके आंसुओं को पोंछने के लिए परमेश्वर उनके दिल के परमेश्वर अवस्थाओं को परमेश्वर बदलने के लिए बहुत बड़ा छुटकारा उनके जीवनों में परमेश्वर यीशु मसीह के द्वारा आने के लिए प्रार्थना करते. रिबाला रिखाना बरेगदगला अद्धानेगदगला जीदर रेगदगला. पिता पुत्र पवित्र आत्मा के नाम पर परमेश्वर पूरे परिवार के परमेश्वर एक एक परिवार के लोगों को एक एक परमेश्वर कलीसिया के लोगों को एक एक परमेश्वर हालेलुया आपके प्यारे लोगों को परमेश्वर यीशु के हाथ में समर्पण करके प्रार्थना हमारे उद्धार करते यीशु मसीह के पवित्र मीठे नाम से आमीन.